നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സദാ പൂജയും വഴിപാടും പ്രസാദവും ഒക്കെ നടക്കുന്ന ചേച്ചിക്ക് എപ്പോഴാ കുഞ്ഞുണ്ടാവുന്നത്? അതിനുള്ള സാധ്യതയും ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് കുഞ്ഞ് വേണോന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിക്കുന്നത്. പക്ഷെ വിപിൻ സാറിന് അത് ഇഷ്ടമാവുന്നില്ല. ഞാൻ പറയുന്നതൊന്നും വിപിൻ സാറിന്റെ തലയിൽ കേറുന്നില്ല. നിങ്ങൾക്കൊക്കെ കുഞ്ഞുണ്ടായിട്ട് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കാന്നാ സാറ് പറയുന്നത്. അതിനിടയ്ക്ക് പാർവതി കുത്തിത്തിരിപ്പുമായി വന്നിരിക്കുക. എന്റെ സമയം മോശമാണ്, അതുകൊണ്ട് ഇപ്പോഴൊന്നും ശാന്തി മുഹൂർത്തം നടത്താൻ പാടില്ലെന്ന്. അതവളുടെ അടവാ. ആദ്യം അവൾക്ക് കുഞ്ഞുണ്ടാവണം. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യണം. അതിന് പ്രയോഗിച്ച തന്ത്രം. ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് വിഷമം വരാതിരിക്കോ? നിനക്ക് പറയാനുള്ളത് മുഴുവൻ പറയട്ടെ എന്ന് കരുതിയാ ഞാൻ മിണ്ടാതെ നിന്നത്. പല്ലവി, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? പാർവതി നിന്റെ ശാന്തി മുഹൂർത്തം മാറ്റി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും തെറ്റായ ഉദ്ദേശത്തോടെ ആയിരിക്കില്ല. അതിനവള് പറഞ്ഞ കാരണം സത്യമായിരിക്കും. പിന്നെ എന്റെ കാര്യം, ഞാനും വിനയും അകന്നു കഴിയാണെങ്കിലും ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിക്കൂടാന്നൊന്നുമില്ല. എനിക്കും അദ്ദേഹത്തിന് വേണ്ടി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കൊടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതൊരിക്കലും സ്വത്തിന് വേണ്ടിയുള്ള മത്സരം കാരണം ഞാൻ ആഗ്രഹിക്കുന്നൊന്നും അല്ല കേട്ടോ. അതുപോലെ തന്നെ ബ്രോയ്ക്കും പാർവതിക്കും ഒരു കുഞ്ഞ് ജനിക്കുന്നത് കാണാൻ കാലങ്ങളോളം കാത്തിരിക്കണമെന്ന് കരുതുന്നതും മണ്ടത്തരവാ. പല്ലവി, കുഞ്ഞുങ്ങൾ ഈശ്വരന്റെ വരദാനമാ. നമുക്കൊക്കെ ആഗ്രഹിക്കാനേ സാധിക്കൂ. നമുക്കെപ്പോ എങ്ങനെയുള്ള കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമെന്ന് അതെല്ലാം തീരുമാനിക്കുന്നത് ജഗദീശ്വരനാ. പാറു, മണിക്കുട്ട, നിന്നോട് ഞാൻ പിണക്കവാ. അതെന്താ മണിക്കുട്ട, നീ എന്താ അങ്ങനെ പറയുന്നേ? പിന്നെ ഞാൻ എന്തു പറയണം? ഈയിടെ നീ എന്നെ ശ്രദ്ധിക്കുന്നേ ഇല്ല. അത് പിന്നെ ഇവിടെ ഓരോരോ പ്രശ്നങ്ങളും. നിന്റെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് വലിയ വിഷമമുണ്ട് പാറു. നീ എന്തിനാ എപ്പോഴും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ തലയിടുന്നത്? ഞാൻ അങ്ങനെയല്ലേ മണിക്കുട്ട. ആരുടെയെങ്കിലും വിഷമം കണ്ടാലോ എവിടെയെങ്കിലും അനീതി കണ്ടാലോ എനിക്കത് കണ്ടില്ലാന്ന് കരുതി നിൽക്കാൻ സാധിക്കില്ല. എങ്കിലും നീ നിന്നെ തന്നെ മറന്ന് ഒന്നും ചെയ്യരുത്. നിന്റെ കാര്യങ്ങളിൽ നീ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചോളാം. എന്തായാലും എന്നെ സ്നേഹിക്കാനും ഉപദേശിക്കാനും നീയുണ്ടല്ലോ. അത് വലിയ സന്തോഷവും ആശ്വാസവും എനിക്ക്. എനിക്ക് നീ മാത്രമേ ഉള്ളൂ പാറു. അച്ഛനും അമ്മയും ഇല്ലല്ലോ. നീ തന്നെയല്ലേ എന്റെ അമ്മ. അതെനിക്കറിയാം. ഒരമ്മയുടെ സ്ഥാനത്ത് ഞാൻ എന്നും നിന്നോടൊപ്പം ഉണ്ടാവും മണിക്കുട്ട. ഞാൻ നിന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ള വിഷമമൊന്നും നിനക്ക് വേണ്ട. നിനക്ക് എപ്പോ വേണമെങ്കിലും എന്നെ വന്ന് കാണാലോ, മിണ്ടാലോ. പിന്നെന്താ? ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ പാറു. നീ അത് കാര്യമാക്കണ്ട. എന്നാ നിന്റെ കാര്യങ്ങൾ നടക്കട്ടെ. ഞാൻ പോയിട്ട് പിന്നെ വരാം. അയ്യോ, എന്താ ഞാൻ ഈ കാണുന്നത്? ദേവമ്മ തീയിൽ പെട്ടിരിക്കുകയാണല്ലോ. അയ്യോ, അമ്മയെ എങ്ങനെ രക്ഷിക്കും? എന്റെ ഉദയനൂരമ്മ, ദേവമ്മയ്ക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കോ? അമ്മ, ദേവമ്മയ്ക്ക് ഒരാപത്തും വരുത്തരുതേ. വിനയ്, നിനക്കോ വിപിനോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക്
ആദ്യം കുഞ്ഞുണ്ടായാൽ തന്നെ സ്വത്തിന്റെ ഏകദേശം 3/4 നമുക്ക് വന്നു ചേരും. ഞാനും റിയയും അതിന് ട്രൈ ചെയ്യുന്നുണ്ടമ്മേ. ഹ, നീ റിയയോ? ദേ, ഞാനൊന്നും പറയുന്നില്ല. അതെന്താണ്? അമ്മയ്ക്ക് റിയ ഇഷ്ടമല്ലേ? എടാ ബോധമില്ലാത്തവനെ, നിനക്ക് റിയയ്ക്കും കുഞ്ഞുണ്ടായിട്ട് എന്ത് കാര്യം? അതെന്ത് ചോദ്യാണ്? ആ കുഞ്ഞ് എന്റെ ചോരയിൽ പിറക്കുന്ന കുഞ്ഞ് തന്നെയല്ലേ? നിന്റെ ചോരയിൽ പിറന്ന കുഞ്ഞു തന്നെയാ. പക്ഷെ ലീഗലി റിയ നിന്റെ വൈഫാണോ? അത് ഗാർഗിയല്ലേ? അതുകൊണ്ട് റിയയിൽ നിനക്കൊരു കുഞ്ഞുണ്ടായി എന്ന് കരുതി ആ കുഞ്ഞിന് ഇവിടുത്തെ സ്വത്തുക്കളില് ഒരവകാശം ഉണ്ടാവാൻ പോകുന്നില്ല. ഓഹോ, അങ്ങനൊരു ഏടാ കൂടെ ഇതിലുണ്ടല്ലേ? ഉണ്ട്. അതുകൊണ്ട് ഗാർഗിയിൽ തന്നെ നിനക്കൊരു കുഞ്ഞ് ജനിക്കണം. അല്ല, അതിപ്പോ അത് നടക്കില്ല. ഗാർഗിയോട് താല്പര്യം ഉണ്ടെങ്കിലല്ലേ നിനക്കവളില് കുഞ്ഞ് ജനിക്കൂ. ശ്ശേ, ഇത് വല്ലാത്തൊരു പുലിവാലായല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? വിനയ്, അതൊന്നും എനിക്കറിയില്ല. ഏതായാലും എനിക്കിപ്പോ നിന്നിൽ ഒരു പ്രതീക്ഷയില്ല. ഞാനിപ്പോ കരുതുന്നത് വിപിനും പല്ലവിക്കും ആദ്യം കുട്ടി ഉണ്ടാവണമെന്നാ. അല്ലമ്മേ, ഗാർഗിയെ ഡിവോഴ്സ് ചെയ്തിട്ട് റിയെ കെട്ടിയിട്ട് അതിലൊരു കുഞ്ഞുണ്ടായാൽ അത് ശരിയാവില്ലേ? അപ്പോഴേക്കേ ഞാൻ മൂത്ത് നിറച്ച് കുഴിയില് പോവും. എടാ, വിശാലിന് പിറക്കുന്ന കുഞ്ഞിനെ കെട്ടിക്കാനുള്ള പരിവവും ആവും. വിനയ്, ഗാർഗിയെ അത്ര പെട്ടെന്നൊന്നും ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല. എന്നാ പിന്നെ അവളെ അങ്ങ് തട്ടിക്കളഞ്ഞാലോ? എടാ മോനെ, ശേഷം കാലം ജയിലിൽ കിടന്ന് എന്തിനാ അഴിയണി തീർക്കുന്നത്? ആ മോളെ പല്ലവി, ഒന്നിങ്ങ് വരൂ. എന്താ അമ്മേ? അല്ല മോളെ, നിങ്ങളുടെ ശാന്തി മുഹൂർത്തം ഇതുവരെയും കഴിഞ്ഞില്ലല്ലോ. ഇല്ലമ്മേ. ഇനി എപ്പോഴാ അത് നടക്കുന്നത്? അതൊന്നും ഉടനെ നടക്കില്ലമ്മേ. അതെന്താ നടക്കാത്തെ? ചേച്ചിയും അമ്മയും തമ്മിലും എന്തൊക്കെയോ ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. സമയം കൊള്ളില്ല അത്രേ. ഇനി 2 മാസം കഴിഞ്ഞ് ശാന്തി മുഹൂർത്തം നടത്താൻ പാടുള്ളൂ എന്ന് അവര് പറയുന്നേ. 2 മാസമോ? അങ്ങനെയാ പറഞ്ഞത്. അല്ല മോളെ, ഈ സമയദോഷം മാറാൻ പരിഹാരങ്ങളൊന്നുമില്ലേ? എനിക്കത് അറിയില്ലമ്മേ. ശരി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ആ, മോളി ചെല്ല്. ശരി അമ്മേ. വിനയ്, എന്താ അമ്മേ? നീ നാളെ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. ചെയ്യാമേ. എന്താണ് വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാ മതി. നാളെ ഈ വീട്ടില് ഒരു ഭൂകമ്പം നടക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.